അങ്ങനല്ലേ? അവർ യേശുവിനെ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പത്രോസ് എന്താ ചെയ്തത്? 30-ാമത്തെ വാക്യം, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാൽ. ശബ്ദം ഉയർത്തി വായിച്ച് എന്ത് പറഞ്ഞു? കർത്താവേ എന്നെ, റിക്വസ്റ്റാണ്, പ്രാർത്ഥനയാണ്, മുങ്ങിത്താഴുന്നവന്റെ പ്രാർത്ഥനയാണ്. പ്രതികൂലത്തിന്റെ കാറ്റുകളടിച്ച് ജീവിതം താണു വീണു പോകുന്നുവെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിനകത്തുള്ളവരോർത്തോ, നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഈ ദിവസങ്ങളിൽ ഉയരാൻ തയ്യാറാണെങ്കിൽ ഒരു കരം നിന്റെ നേരെ കടന്നു വരും. അത് നസ്രയനായ യേശുവിന്റെ കരമാണ്. അപ്പൊ വാഗ്ദത്തത്തിന് നേരെയാണ് പ്രശ്നം വന്നത്. പ്രോമിസ് കേട്ടു, അക്കരെ പോകാൻ പറഞ്ഞു, ശിഷ്യന്മാർ അക്കരെ പോയി. ഒരിക്കലും നിന്നെ അക്കരെ എത്തിക്കത്തില്ല എന്ന് പറയുന്ന പ്രതികൂലത്തിന്റെ കാറ്റാണ് കയറി വന്നത്. യേശു പറഞ്ഞത് നിങ്ങൾ പോയിക്കോ, ഞാൻ അങ്ങ് വരാമെന്നാണ്. തനിക്കു മുൻപേ അക്കരെ പോകാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ച് പടകിൽ അവരെ യാത്രയാക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പൊ ലഭിച്ച വാഗ്ദത്തം ഒരിക്കലും നിവർത്തീകരിക്കാൻ കഴിയുകയില്ലെന്ന് പറയുന്ന വാഗ്ദത്തത്തിന് വിരോധമായിട്ടാണ് കാറ്റടിച്ചത്. ഞാൻ ചോദിക്കുന്നത്, പത്രോസ് ആരായിരുന്നു? അവന്റെ ജോലി എന്താണ്? ശബ്ദം ഉയർത്തി. മുക്കുവൻ. ഈ യാത്ര ചെയ്യുന്ന കടലിനെ കുറിച്ച്, അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിരിക്കുന്ന ധാരണയുള്ള, തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട നല്ല അറിവുള്ള, താൻ യാത്ര ചെയ്ത ആ സ്ഥലത്തെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളാണ് ആര്? പത്രോസ്. എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ചില കാറ്റ് നിലവിളിപ്പിക്കാനിടയാക്കും. യേശുവാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അക്കരെ പോകാനെന്ന്. യേശു ഈ വാക്ക് ശിഷ്യന്മാരോട് പറയുമ്പോൾ കേട്ട ഒരുവനുണ്ട്, പിശാച്. വാഗ്ദത്തം കേൾക്കുമ്പോൾ അതിന്റെ മറുവശം കൂടെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന വാഗ്ദത്തം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പിശാച് ശക്തമായിട്ട് പ്രതികൂലങ്ങളെ എഴുന്നേൽപ്പിച്ചു വിടും. എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, വിശ്വാസ ജീവിതത്തിൽ എത്ര വലിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പിശാച് എഴുന്നേറ്റ് വരും. പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും, അതിന് മാറ്റമില്ല. അത് വാഗ്ദത്തത്തിൻ്റെ മേൽ അത് നിവർത്തീകരിക്കുവാൻ പാടില്ലെന്ന് പറയുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അവിടെ മുങ്ങിത്താഴുന്ന പത്രോസിന്റെ അടുക്കലേക്ക് പത്രോസ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ കർത്താവ് അവനെ കരം പിടിച്ച് കയറ്റുകയാണ്. അവിടെ ഒരിക്കലും ജീവിതം തകർന്നടിഞ്ഞില്ലാതായി തീരാൻ അനുവദിക്കാത്ത ഒരുവനാണ് നമ്മുടെ കർത്താവ്. എത്ര വലിയ പ്രതികൂലത്തിന്റെ കാറ്റുകൾ കണ്ട് ജീവിതം ഇപ്പോൾ മരിക്കുമെന്ന് പറയുന്ന സിറ്റുവേഷൻ ആയാലും അതിൻ്റെ നടുവിലും ദൈവത്തിന് ചിലത് പ്രവർത്തിക്കാൻ കഴിയും. എത്ര പേർ ഉറപ്പോടെ പറയുന്നു, എൻ്റെ യേശുവിന് ചിലത് പ്രവർത്തിക്കാൻ കഴിയും? ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ. കാറ്റ് കണ്ട് പേടിക്കാം, പക്ഷേ പേടിച്ചു മുങ്ങിത്താടാം. പക്ഷെ വാഗ്ദത്തത്തിനെതിരെ കാറ്റ് വരാം. ഇതൊന്നും വാഗ്ദത്തത്തെ തടയുകയില്ല. ഇതൊന്നും വാഗ്ദത്തത്തെ തടയുകയില്ല. ഹല്ലേലൂയ. നോക്കിയാട്ടെ 32. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. എങ്ങോട്ടാണോ യാത്ര ചെയ്യാൻ ശിഷ്യന്മാരെ ദൈവം യേശു കർത്താവ് അയച്ചത് അങ്ങോട്ട് തന്നെ പോകുന്ന വഴിക്ക് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ആ ഒറ്റ പ്രാർത്ഥന, ഒറ്റ നിലവിളി, പത്രോസിന്റെ ഒറ്റ നിലവിളി
രക്ഷിക്കണമെന്നുള്ള ഒറ്റ നിലവിളി. കർത്താവ് അവനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവൻ്റെ അവിശ്വാസത്തെ ശാസിച്ചിട്ട് പടകിൽ അവനെ കയറ്റിയിട്ട് അവർ യാത്ര തുടർന്നു. എങ്ങോട്ട് യാത്ര ചെയ്യാനാണോ നിന്നെ വിളിച്ചത് അവിടെ എത്തിക്കാൻ യേശു വിശ്വസ്തനാണ്.